നാസയുടെ മാർസ് റിക്കഗ്നൈസൻസ് ഓർബിറ്റർ പുറത്തുവിട്ട ചിത്രമാണിത്. ചുവന്ന ഗ്രഹമായ ചൊവ്വയുടെ ഉപരിതലത്തിൽ ഉത്തരാർദ്ധഗോളത്തിലായി കാണുന്ന ഈ വിചിത്ര മൺകൂനകൾക്ക് വൻപയറിന്റെ ആകൃതിയോട് രസകരമായ സാമ്യമുള്ളതായി തോന്നാം. 2022 സെപ്റ്റംബറിൽ ഹൈ റെസല്യൂഷൻ ഇമേജിംഗ് സയൻസ് എക്സ്പെരിമെന്റ് ക്യാമറ പകർത്തിയ ഈ ദൃശ്യം ശാസ്ത്രജ്ഞർക്ക് ചൊവ്വയിൽ വളരെ കാലം മുൻപ് ജീവൻ നിലനിർത്താൻ കഴിയുന്ന ശേഷി ഉണ്ടായിരുന്നോ എന്ന് കണ്ടെത്താനും കൂടി സഹായിക്കുന്ന നിർണായക ചിത്രമാണ്. സൂര്യനിൽ നിന്നുള്ള ദൂരം മാനദണ്ഡമാക്കിയാൽ സൗരയൂഥത്തിലെ 4ാമത്തെ ഗ്രഹമാണ് ചൊവ്വ. എന്നാൽ ഉപരിതലത്തിൽ ധാരാളമായുള്ള ഇരുമ്പ് ഓക്സൈഡ് കാരണം ചുവന്ന നിറത്തിൽ കാണപ്പെടുന്ന ഇവിടം ചുവന്ന ഗ്രഹം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നതും. റോമൻ ദേവനായ മാർസിന്റെ പേരാണ് പാശ്ചാത്യർ ഈ ഗ്രഹത്തിന് കൊടുത്തിരിക്കുന്നത്. നേരിയ അന്തരീക്ഷത്തോടു കൂടിയുള്ള ചൊവ്വയുടെ ഉപരിതലത്തിൽ ചന്ദ്രനിലേതുപോലെ ഉൽക്കാഗർത്തങ്ങളുണ്ടെങ്കിലും ഭൂമിക്ക് സമാനമായി അഗ്നിപർവ്വതങ്ങൾ, താഴ്വരകൾ, മരുഭൂമികൾ, ധ്രുവങ്ങളിലെ മഞ്ഞുപാളികൾ എന്നിവയും ഈ ചുവന്ന ഗ്രഹത്തിൽ കാണാം. അതേസമയം ഭൂമിയിലെ മൺകൂനകളിൽ നിന്ന് വ്യത്യസ്തമായി ചൊവ്വയിലെ വൻപയർ ആകൃതിയിൽ കാണുന്ന ഈ മൺകൂനകൾ തീർത്തും ചലനരഹിതമാണ്. നാസയുടെ അഭിപ്രായത്തിൽ ചൊവ്വയിലെ ശൈത്യകാലത്ത് കാർബൺ ഡയോക്സൈഡ് മഞ്ഞുപാളിയിൽ വന്ന് മൂടിയാണ് ദൃശ്യത്തിൽ കാണുന്ന രൂപത്തിലെത്തുക.